ഏഴോം പഞ്ചായത്തിലെ ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സുകളിലൊന്നായ തമ്പുരാൻ കുന്ന് ഇടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ ആശങ്കയിൽ. കുന്നിടിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു. പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇതിൽ നിന്ന് ഒരു ലോഡ് മണ്ണ് പോലും ഇനി കണ്ണൻ സംഘം കൊണ്ടുപോകാൻ ഞങ്ങൾ വിടില്ല. അതിൻ്റെ പേരിൽ നിയമപരമായി ഞങ്ങളെ വെടിവെച്ച് വന്നാൽ പോലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉള്ള സ്ഥലമായിരുന്നു. കുന്ന് ചെറിയ തോതിൽ ഇടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വലിയ പ്രതിഷേധമുണ്ടായെങ്കിലും വികസനത്തിന്റെ പേരിൽ ലഭിച്ച അനുമതിയുടെ മറവിൽ 100-ലധികം ലോഡ് മണ്ണുകളാണ് ഇതുവരെ കടത്തിയത്. പ്രദേശത്തെ പ്രധാന ജൈവവൈവിധ്യ കേന്ദ്രവും ചെങ്കൽ ഇടവുമായ തമ്പുരാൻ കുന്ന് തുടരെ ഇടിച്ചു തുടങ്ങിയപ്പോഴാണ് വീണ്ടും പ്രതിഷേധം ഉയർന്നത്. വർഷങ്ങളായി പല കാരണങ്ങളും പറഞ്ഞ് ഇടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രദേശത്തിലെ വെള്ളത്തിൻ്റെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. മുമ്പ് ഓപ്പൺ വെല്ലിൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടിയിരിക്കുന്ന മേഖലയിലേക്ക് ഇപ്പം കുഴൽക്കിണർ കുഴിക്കേണ്ട അവസ്ഥയിലേക്കാണ്. പ്രദേശത്തെ ഏറ്റവും വലിയ ജലസംഭരണി കൂടിയാണ് തമ്പുരാൻ കുന്ന്. നേരത്തെ വിവിധ ആവശ്യങ്ങളുടെ പേര് പറഞ്ഞ് കുന്നിടിച്ചു നിരത്തിയപ്പോൾ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ വീണ്ടും കുന്നിടിക്കാൻ തുടങ്ങി. ഇതിനെതിരെ നാട്ടുകാർ പ്രതിഷേധമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ദേശീയപാതയ്ക്കായി മണ്ണെടുക്കുന്നു എന്ന പേരിലാണ് ഇപ്പോൾ കുന്നിടിക്കുന്നത്. ജിയോളജി വകുപ്പിൻ്റെ അനുമതിയോടെയാണ് ചെയ്യുന്നതെന്നാണ് കുന്നിടിക്കുന്നവർ അവകാശപ്പെടുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് ഹൈവേ അതോറിറ്റിയും പോലീസും സ്ഥലത്തെത്തി. പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കുന്നിടിക്കൽ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും മണ്ണെടുപ്പ് പെർമിറ്റ് ഉള്ളതിനാൽ വീണ്ടും തുടരാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. മണ്ണെടുപ്പ് തുടർന്ന് ശക്തമായ പ്രതിഷേധ നടപടിയിലേക്ക് പോകുമെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. 3 മീറ്റർ ഉയരത്തിൽ മണ്ണെടുക്കുമ്പോൾ ജനവാസ മേഖലയിൽ നിന്ന് കുറഞ്ഞത് 50 മീറ്റർ അകലെ ആയിരിക്കണം എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ അനുമതി നിലനിൽക്കെ തന്നെ ജനവാസ മേഖലയുടെ തൊട്ടടുത്തു നിന്നുള്ള ഈ മണ്ണെടുപ്പ് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തുകയാണ്. കുന്നിടിക്കുന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം മണ്ണൊലിപ്പം ഉണ്ടാവുകയും തുടർന്ന് വീടുകളുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുകയും ചെയ്തേക്കാം. പ്രദേശത്തെ ജലസ്രോതസ്സുകളെല്ലാം ഇപ്പോൾ തന്നെ വരണ്ടുണങ്ങിയ അവസ്ഥയിലാണ്. തമ്പുരാൻ കുന്നിൻ്റെ മണലെടുപ്പ് പൂർത്തിയാകുന്നതോടെ ഈ പ്രദേശത്തെ ജലസ്രോതസ്സുകൾ എന്നേക്കുമായി വറ്റാൻ സാധ്യതയുണ്ട്. ഇത് ഇവിടുത്തെ ജൈവ പരിസ്ഥിതിയെ അട്ടിമറിക്കുകയും ആവാസ വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യും. ഈ കുന്ന് അല്പം മാത്രമേ ബാക്കിയുള്ളൂ. അതെങ്കിലും സംരക്ഷിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. ശുദ്ധജല ലഭ്യത നാൾക്ക് നാൾ കുറഞ്ഞു വരികയാണ്. എപ്പോഴും ഒരു പ്രദേശത്തിലെ കുന്നാണ് അതിൻ്റെ ജലസംഭരണി. ഭാവിയിൽ റോഡുകളടക്കം ചളി നിറഞ്ഞ് യാത്രായോഗ്യമല്ലാതായി തീരാനുള്ള സാധ്യതയെക്കുറിച്ചും പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. നിയമപരമായും മറ്റു മാർഗങ്ങളുടെയും ഈ മണൽ ചൂഷണം തടയുമെന്നാണ് നാട്ടുകാർ അറിയിച്ചത്. എൻ്റെ കുന്ന് പടിയടിച്ചു പോവുകയാണ്. കുന്നുകളെല്ലാം ലോറി കയറി ഹൈവേയുടെ പണിക്ക് പോകുന്നു എന്ന രീതിയിൽ ഒരു കാറ്റേ കടലേ എന്ന് പറഞ്ഞ കവിതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നിലനിർത്താൻ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേരണം.